ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു വ്ളോഗിലേക്ക് വെൽക്കം. സോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഗായ്സ്. ഞാനപ്പം ഇന്ന് സ്കൂളിലായിട്ടൊന്ന് 10th ബോർഡ്സൊക്കെ നടക്കുന്ന കാരണം നമുക്കിന്ന് സ്കൂളിൽ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സസ് വെക്കില്ല, നമുക്ക് ലീവ് കിട്ടും. സോ ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഗായ്സ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, ഫുഡ് കഴിക്കണം. ആൻഡ് എന്നിട്ട് വേണം നമുക്ക് ബാക്കി പണികൾ പിന്നെ പഠിക്കാൻ തന്നെ ഒരു കുറേ ഉണ്ട് ഗായ്സ്. എന്താന്ന് പറയുക, ജസ്റ്റ് സ്കൂൾ തുറന്നിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. അപ്പത്തിനും എന്താ പറയുക ഒരു ലോഡായി ഉണ്ട് പഠിക്കാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് പഠിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം റിസ്ക് എടുക്കണ്ട ലാസ്റ്റ് ആകുമ്പോൾ. എനിക്ക് 9th അങ്ങനത്തെ ഒരു ഇതാണ് പറ്റിയത്, കാരണം ഞാനൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് വെച്ചു. സോ അവസാനം എനിക്ക് തന്നെ പണി കിട്ടി. സോ ഗായ്സ്, നമുക്ക് എന്തായാലും എന്താ ചെയ്യാം, വേഗം പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് പഠിക്കാം കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റഡി റുട്ടീൻസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളൊന്നും വിഷമിക്കേണ്ട. ഞാനെല്ലാം ഈ ബ്ലോഗിൽ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. സോ ദിസ് ഈസ് സ്മോൾ ഗാർഡൻ. ഇതൊരു ചെടി, അങ്ങനെ കുറച്ചധികം ചെടികൾ തന്നെ ഉണ്ട് ഗൈസ്. ഇങ്ങനെയാണ് നല്ല സെറ്റപ്പിലൊന്നും നല്ല വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കുറേ അധികം പുതിയ ന്യൂ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. കുറേ എണ്ണം നമ്മളിപ്പോൾ വാങ്ങിയത്. ഇതൊക്കെ കുഞ്ഞിതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ വാങ്ങിയതാണ്. അച്ഛമ്മയാണ് ഇതൊക്കെ സെറ്റാക്കി എടുക്കാറ്. ഈ ഒരു വൈറ്റ്, പിന്നെ ബോഗൻവില്ല കുറേ വാങ്ങി കേട്ടോ. ഇതിപ്പോൾ വാങ്ങിയതാ. പിന്നെ റെഡ്, ഇതൊക്കെ വലുതായിട്ട് വേണം ഇതിന് മുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഒരു ദിവസം ഭയങ്കര ട്രെൻഡ് ഇല്ലേ ഗൈസ്. ഇതൊക്കെയാണ് ഗാർഡൻസ്. പിന്നെ അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ എപ്പോഴും പൊട്ടിക്കാറുള്ളതാണ് ഈ ചെടി കേട്ടോ. ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അമ്മച്ച് കാണുമ്പോൾ പറ്റുന്നുണ്ട്, നല്ല ചീത്തയും കേൾക്കും ഗൈസ്. സോ അതാണ്. ആൻഡ് ഇവിടെ വേറൊരെണ്ണുണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല രസമല്ലേ, മറ്റേ സീതപ്പഴം എന്തോന്ന് പറയുക. ഇത് പലയിടത്തും പല പേരുകളാണ് ഇതിനറിയപ്പെടുക. ഇതിവിടെ കുറേ ഉണ്ടാവലുണ്ട് കേട്ടോ ഗൈസ്. ഇത് പിന്നെ അവിടെ കണ്ടവരെണ്ണം ഡ്രൈ ആയിട്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ താഴെ ജാസ്മിൻ ഇങ്ങനെ ക്ലൈംബ് പോലെ ക്ലൈംബ് ചെയ്ത് വന്നിട്ടത്. ജാസ്മിൻ്റെ സീസൺ ആയിരുന്നു, നമുക്ക് തന്നെ പൊട്ടിക്കാൻ എന്തായാലും. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ സ്റ്റേഴ്സ് കയറി ഇവിടെയാണ് കേട്ടോ ഞാൻ റീലെടുക്കുന്ന സ്ഥലം. ഞാൻ എൻ്റെ മിക്ക റീൽസിലും ഞാൻ ഇവിടെ നിന്നിട്ടാണ് എടുക്കാം, കാരണം ഇവിടെ നല്ല വെളിച്ചം തരും നമുക്ക്. എന്താ പിന്നെ അത് ഓരോ ടൈമിൽ ഓരോ സ്ട്രക്ചേഴ്സ് ആക്കി. ഈ സമയത്ത് ഉണ്ടാവും ഒരു സൺ കിസ്ഡ് ആക്കാം. പിന്നെ ഇപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഗായ്സ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ടേബിളിൻ്റെ അവിടെ വന്നിരുന്നുണ്ട്. ദിസ് ഈസ് മൈ ഐബ്രോ പെൻസിൽ. ഇതെൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദിസ് വൺ. ഇതെനിക്ക് എഴുതാനില്ല, ഇങ്ങനെ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ പഠിക്കേണ്ടതെന്ന് ആലോചിക്കുന്നത്, എല്ലാണ്ട് പഠിക്കാൻ. അപ്പോൾ ഗൈസ്, ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു സൂപ്പർ സംഭവം ഞാൻ അമ്മേനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ഞാൻ പകുതി ഒട്ടിച്ച് കഴിഞ്ഞൊന്നല്ല, ഞാൻ ഒന്നുകൂടെ പാക്കറ്റ് കളഞ്ഞില്ല, പാക്കറ്റിലൊക്കെ ആക്കിയിട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ അതെന്താന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സ്റ്റിക്കേഴ്സാണ്. കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞാൻ പോയിട്ട് വാങ്ങിയതല്ല കേട്ടോ, അമ്മേനെ കൊണ്ട് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത്, എൻ്റെ പേരൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് വാങ്ങിയതാണ്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം, അൺബോക്സ് ചെയ്യാം ഗൈസ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ശരിക്കല്ലേ, ഇത് ഞാനിത് ഇവിടെ ഉണ്ടായിരുന്നു, ഇതെടുത്തു. ആൻഡ് ഇതേ ഗൈസ്, നല്ല രസമായി. ഇതൊക്കെയാണ്. ഇത് പിങ്ക് കളറ്, ഇത് പർപ്പിൾ കളർ. ആൻഡ് ഇനിയും കേട്ടോ ഗൈസ് ദിസ് വൺ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാർട്ടൂൺ വെച്ചുമ്പോ പറയണ്ടേ ഇതിൻ്റെ പേര്, പക്ഷെ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യലോ. ദിസ് വൺ
അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ദിസ് ഇസ് മൈ ഫേവറേറ്റ്. അല്ല ദിസ് ഇസ് മൈ ഫേവറേറ്റ്. എല്ലാതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോ ഡോണ്ട് സ്പീക്ക് ഗായ്സ്. പിന്നെ ഇവിടെ ഉള്ള സാധനങ്ങൾ ഞാൻ കുറച്ച് ഇതെൻ്റെ ഭയങ്കര ഇഷ്ടം. എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നതാട്ടോ അച്ഛൻ. ഇത് ഇപ്പോഴത്തെ അല്ല 7th ബർത്ത്ഡേക്ക്. സോ ഇത് ഞാൻ ഇപ്പോഴും ഉണ്ട്. ടൈമൊന്നും കറക്റ്റ് അല്ല. കാരണം ഇങ്ങനെ നല്ലൊരു ക്യൂട്ടാണ്, ഭയങ്കര ക്യൂട്ടായിട്ട് കളർ പെൻസിൽസ് ആണ് ഇതിനകത്തുള്ളത്. ഇതേ തിരിച്ചു മറിച്ചൊക്കെ ഇരിക്കണം. പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് കേസാണ്, എൻ്റെ ഫോണിൻ്റെ കേസുകളാണ്. ഇതിൽ വേറെ കുറച്ചും കൂടി ഉണ്ട്. അത് ഞാൻ നല്ല ഇതാണ് ഇതുണ്ടോ, ഇതെനിക്കിഷ്ടമാണ്. പിന്നെ ഇതുണ്ട്, പിന്നെ പ്ലെയിൻ്റെ, പിന്നെ ഇതുണ്ട്, അങ്ങനെ ഇനിയുണ്ട് കേട്ടോ. ഇനി അവിടെ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു സിലിക്കൺ കേസാണ്. പിന്നെ എന്താ ക്ലിയർ പോളിഷ്. ദിസ് ഇസ് ഗൈസ്. ഇതെനിക്ക് ഇങ്ങനെ വെറുതെ ഇടാനും ഇഷ്ടമാണ്. സാധാരണ നമ്മുടെ ക്യൂടെക്സിൻ്റെ മുകളിലും ഇടും. ഗ്ലിസറിന് നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് എവിടെയെങ്കിലും ഒട്ടിക്കാം. നല്ല രസമാണ്. നോട്ട്സിലൊന്നും ഒട്ടിക്കില്ല കേട്ടോ. ഇതാണ് എൻ്റെ ബയോ നോട്ട്. ഞാൻ കാണിച്ചു തരാം. ആൻഡ് ബയോ അല്ല, ഫിസിക്സ് നോട്ട് വന്നിട്ട് ദിസ് ഇസ് മൈ ഹാൻഡ് റൈറ്റിംഗ്. ആക്ച്വലി വലിയ രസമുള്ള ഹാൻഡ് റൈറ്റിംഗ് ഒന്നല്ല, എന്നാലും എനിക്ക് ഓക്കെയാണ്. എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ കിട്ടിയാലേ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ നോട്ട്സൊക്കെ. ഇതെ ഇങ്ങനെ. പിന്നെ ഞങ്ങൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലെസണാണ് പഠിക്കുന്നത്. സോ മെനി ഡയഗ്രംസ് വി ഹാവ് ടു സ്റ്റഡി മോർ. ഇതൊക്കെ ഹോംവർക്ക് കാര്യങ്ങൾ അങ്ങനെയാണ്. സോ നെക്സ്റ്റ് ഞാൻ എൻ്റെ കുറച്ച് കാണിച്ചു തരാം. ഇവിടെ ഉള്ളതൊക്കെ കാണിച്ചു തരാം. പിന്നെ കെമിസ്ട്രി ഒന്നും അധികം ആയിട്ടില്ല, എഴുതിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ സ്കൂളിൻ്റെ നോട്ടാണ്. സ്കൂളിൽ തന്നെ നമുക്ക് നോട്ട് തരും. എലമെൻറ്റ്സ് എന്താ പിന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കെമിക്കൽ ഫോർമുല എഴുതാനാണ് അത് അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മുടെ കെമിസ്ട്രി നോട്ടിൽ. പിന്നെ മലയാളം വന്നിട്ട് നോക്കാണ്ടിരിക്കണേ നല്ലത്. കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വലിയ സുഖമൊന്നുമല്ല. ഇതാണ് മലയാളം ഹാൻഡ് റൈറ്റിംഗ്. സോ നെക്സ്റ്റ് ഇതിൻ്റെ പ്രാക്ടീസ് ബുക്ക്. നല്ല ബുക്കല്ലേ, കാണുമ്പോൾ. സോ ഗായ്സ്, ബബ്ബു ചിരിക്കുകയാണ്. ബബ്ബുടെ ഇരിക്കുന്നത് ഇപ്പോഴത്തെ. ആൻഡ് ഇത് പ്രാക്ടീസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ടീച്ചർ ഹോം ബുക്ക് തരുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഞാൻ 2-3 സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിരുന്നു കേട്ടോ. പിന്നെ റഫൊന്നും ഞാൻ കാണിച്ചില്ല. ഇംഗ്ലീഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റൊക്കെ നല്ല ഭംഗിയിൽ എഴുതും, പിന്നൊക്കെ എല്ലാം പോക്കന്നെയാണ്. ഞങ്ങൾക്കിപ്പോൾ ഗ്രാമേഴ്സാണ് ഇത്രയായിട്ടാ പഠിക്കാൻ. ഓക്കെ. പിന്നെ ഗായ്സ്, എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഒബ്വിയസ്ലി ബയോ ആണ്. ബയോളജിയാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ്. എനിക്കത് പഠിക്കാണ്ട് പോയാൽ എനിക്ക് എക്സാമിന് ഫുള്ള് കിട്ടും. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ബയോളജി. സോ ദേ ആർ ലോഫിങ് അറ്റ് ദ ബാക്ക്. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ ഗായ്സ്. ബയോ നോട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നതാണ്. ഇതാണ് ബയോ നോട്ട്. ആൻഡ് ഇതാണ് ദിസ് വൺ. പിന്നെ ഇതൊക്കെ കണ്ട ഇപ്പോഴേ തന്നെ തുടങ്ങി ഡയഗ്രാംസൊക്കെ എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടെസ്റ്റ് പേപ്പർ എടുത്തിരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, കാണുക, സ്റ്റാർ കിട്ടി എനിക്ക്. സോ ഇതൊക്കെ ഞാൻ പഠിക്കാണ്ട് പോയതാട്ടോ. അപ്പം പക്ഷെ എനിക്കത് എഴുതാൻ പറ്റി. ഹൗ? ബിക്കോസ് ഇറ്റ്സ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. They are laughing at the back guys. ആൻഡ് ബയോക്ക് നമ്മൾ എടുക്കുക ലൈനില്ലാത്ത ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള നോട്ടാണ്. മാത്സ് കാണിച്ചൊന്നുമില്ല അല്ലേ. മാത്സ് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് മാത്സിൻ്റെ സബ്ജക്റ്റുകൾ ഇഷ്ടമാണ്. എനിക്ക് കുറേ മാർക്ക് കിട്ടും. മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റ് മാത്രം ഇഷ്ടം. ഞാൻ അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്ന ആളല്ല കേട്ടോ ഗൈസ്. എനിക്കത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ്, എങ്ങനെയാണ് ആ ടീച്ചർ, മാത്സ് ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും ആ ടീച്ചർ എങ്ങനെയാണ്, പിന്നെ ബുക്ക് നോട്ടിൻ്റെ രീതി, ഞാൻ എഴുതുന്ന രീതി സംടൈംസ് ഡിപ്പെൻസ്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഒരു സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടം, ഫേവറേറ്റ് ആക്കണം ഞാൻ. ഒരു ടീച്ചറിൻ്റെ ടീച്ചിങ് മെത്തേഡ് നോക്കിയിട്ടാവാം, നോട്ട്സ് ഇതാവാം, പിന്നെന്താ അങ്ങനെയൊക്കെ. അപ്പോൾ മാത്സ് എനിക്ക് ഇഷ്ടമാണ്. എന്നതേ ഇതൊക്കെയാണ് മാത്സ് ഒക്കെ കുറേ എഴുതിയിട്ടുണ്ട്. ഇനി അതൊക്കെ പഠിക്കണം, അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് 10th അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വന്നിട്ട്. പിന്നെ ഞാനും എന്താണ്, ഇന്നിപ്പോൾ ക്ലാസ്സില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വരുന്നത് 10th മാർച്ച് 10th. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് എൻ്റെ മാത്സ് നോട്ടേ, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് പോലത്തെ എന്തെങ്കിലും ഒട്ടിക്കാം. ഒരെണ്ണം കേട്ടോ, അധികമല്ല. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റിക്കേഴ്സ് എന്ന് പറയാനായിട്ട്. സോ ഇത് ഫ്ലാസിൻ്റെ ഉണ്ട്, പേർപ്പിളും ഉണ്ട് കേട്ടോ. ദിസ് വൺ ഓക്കെ. അപ്പം ഇതിൽ ഞാൻ ഏതൊട്ടിക്കാൻ കൺഫ്യൂഷനായി നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റിക്കറിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട് ഈ ലീഫ് പോലത്തെ കണ്ടോ അറിയില്ല. കാണുന്നുണ്ടല്ലേ. സോ ഗായ്സ്, ഇത് നമുക്ക് മാത്സ് നമുക്കിങ്ങനെ ഭംഗിയുണ്ട്. അല്ലെങ്കിൽ ഇത് വേണോ നോക്കട്ടെ, ഒട്ടിച്ച് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെ ഉണ്ട്. ഇത് പോരാല, രസമില്ല ഗായ്സ്. ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് വേണ്ട, നമുക്ക് മാറ്റിക്കാം. ഇവിടെ മറ്റുണ്ടായിരുന്നു. ഇത് വേണ്ട. ഇത് നോക്കിയ ഗൈസ്, ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇതെടുക്കാമെന്ന്. കണ്ടായത് ക്യൂട്ട് ഗൈസ്, നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഗ്രേപ്സ് ഉണ്ട്. കണ്ട, ഇത് നമുക്ക് എവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഓക്കെ, സെറ്റായില്ലേ? അപ്പോൾ ഈ ഗ്രേപ്സ് തേടി പോകുന്ന ഒരു എന്താ കുരങ്ങനല്ല, റാബിറ്റ്. കണ്ട, ഇതൊരു റാബിറ്റാന്ന് തോന്നണം. പിന്നെ ഇതൊരു ഗ്രേപ്സ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മാത്സ് നോട്ട് കേട്ടോ ഗായ്സ്. ഞങ്ങളിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കണം. ഹിയർ ഈസ് ദജ്മാ. ദജ്മ ഹായ് പറ. ഒരു മിനിറ്റ്. കുറച്ച് വാട്ടർമെലൺസ് തന്നു കഴിക്കാൻ. ഇപ്പം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടും അത്യാവശ്യം നേരമായിട്ടുണ്ട്. ഇന്ന് ടോട്ടലി ഞാൻ എണീക്കാൻ വൈകി. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ ഒരു ഇടനേരം ആകുമ്പം നമുക്കൊരു വിശപ്പ് വരും. ഇടനേരമല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വിശപ്പെന്ന് പറയണം ഞാൻ. അപ്പോൾ നമുക്ക് അടുത്ത പീസ് സക്സസ്ഫുള്ളി കഴിക്കാം. അങ്ങനെ കുഴപ്പമില്ല, നല്ല മധുരമുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തതായിരുന്നു കേട്ടോ. വെള്ളപ്പം, കടലക്കറി എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമില്ല മീൻസ് വലിയ താല്പര്യമില്ല. അങ്ങനെയായിരുന്നു. How is watermelon? Super tasty. അപ്പോൾ ഗായ്സ് അങ്ങനെയൊക്കെയാണ്.
ഇവിടുത്തെ കാര്യങ്ങൾ. ഇന്ന് നമുക്ക് 10th ഉള്ളൂ ക്ലാസ്സൊക്കെ. നാളെ ഫ്രീ ആണ്. നാളെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യണം. ബട്ട് ട്യൂഷൻ ഉണ്ടാവും. ഇന്ന് എനിക്ക് തോന്നുന്നു ചെയ്യാന്ന്, കാരണം ഗ്രൂപ്പിലൊന്നും ഇട്ടിട്ടില്ല. ട്യൂഷൻ ഉണ്ടെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കും. ഗായ്സ്, ദിസ് ഈസ് ബബ്ലൂസ് നാരങ്ങ. നമ്മുടെ വീട്ടിൽ ബബ്ലൂസ് നാരങ്ങ എന്നാട്ടാ പറയാം. നിങ്ങളവിടെ എന്താന്ന് പറയാൻ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഇത് ഞാനിങ്ങനെ വാട്ടർമെലൺ കഴിച്ചിങ്ങനെ കിച്ചണിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പം അമ്മ ഇത് സെറ്റാക്കി വെച്ചു. ഇനി തിന്നാണ്ടിരിക്കാനും പറ്റണില്ല കേട്ടോ ഗൈസ്. ആൻഡ് നല്ല രസം കേട്ടോ. ഇത് ഇങ്ങനെ ഉപ്പും പിന്നെ എന്താ പറയുക ചില്ലി പൗഡർ കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് തിന്നാട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇതിനിവിടെ ബബ്ലൂസ് നാരങ്ങ എന്നാ പറയാം. ഒരു രക്ഷയില്ല ഗൈസ്. പിന്നെ ഇത് അച്ചാർ മമ്മിൻ്റെ സ്പെഷ്യൽ ഈ വർഷത്തെ മാങ്ങ അച്ചാർ. അങ്ങനെ ഇവിടെ മാങ്ങ അച്ചാർ സെറ്റാണ്. ഇനി നമുക്ക് ഇത് കഴിക്കാൻ കൊണ്ടുപോയിട്ട് ഗൈസ്. ഇതിപ്പോൾ തീരിട്ടത് ഞാൻ ഇരിക്കണമെന്ന് നോക്കണ്ട. കണ്ടെത്രായി ഒരു രക്ഷയില്ല ഗൈസ്. ഇവിടെ ലഞ്ച് പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടോ ഗൈസ്. നമ്മൾ വെജിറ്റേറിയൻ ആണ്. ഇന്ന് നല്ല ഇലക്കറിയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങേൻ്റെ ഇല കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലമ്മ. ആൻഡ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളൂ. നമുക്ക് ചോറ് നോക്കാം. ചോറ് ഇസ് ഗോയിങ് ടു റെഡി. നാളികേരമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചമ്മന്തിക്ക് പോലെ ആക്കി വെച്ചേക്കാൻ കേട്ടോ. അത് മറ്റേ ക്യാബേജ് കറിയൊക്കെ ഉണ്ടാക്കണ പോലെ. സോ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ വീട്ടിൽ. സൂപ്പറാണ് ആൻഡ് വെരി ഹെൽത്തി. പറഞ്ഞാൽ ഇത് കുറേ എന്താ നല്ലോണം വിറ്റാമിൻസ് മിനറൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹെൽത്തിയാണ്. അപ്പം ഇങ്ങനെ കുറച്ച് വെച്ചിട്ടാണ് കറി റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആൻഡ് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ഡു കമൻറ്റ് ബിലോ. ഗൈസ്, ഞാൻ ഫൈനലി എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ വീട്ടിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഗൈസ്. വലിയ അടിപൊളി ഹെയർ കട്ടൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ അറ്റം മാത്രം ഇങ്ങനെ ചതച്ച് കട്ട് ചെയ്യണം. സോ ഹിയർ നമ്മളുടെ സീസേഴ്സ് ആൻഡ് നമ്മുടെ ഷേപ്പ് എല്ലാം റെഡിയാണ്. നമുക്ക് ഈ ഫ്രിസി ഹെയറിൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്. ഫ്രിസി ഇതൊക്കെ സ്മൂത്ത് ആക്കണം. ആൻഡ് ഇന്ന് ഹെയർ വാഷ് ഡേയുമാണ്. അപ്പം ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹെയർ ഷേഡ് ഒന്ന് ഓക്കെ ആക്കട്ടെ. ഞാൻ ഫുഡ് കഴിക്കട്ടോ. We have some achar. ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാനിതാ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി സെറ്റായിട്ടുണ്ട്. ഒന്ന് കുളിച്ചു. മടി ഉണ്ട്, എന്നാലും പോയല്ലേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ ട്യൂഷന് പോകാൻ പോവാണ്. ഇവിടെ വീടിൻ്റെ അടുത്താട്ടോ, അധികം ദൂരമില്ല. അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം നമുക്ക്. ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ കോഫി ഉണ്ടാക്കാൻ നോക്കിയപ്പം പാല് കഴിഞ്ഞു. സോ ഞാൻ എന്തെങ്കിലും ബബ്ബുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പാല് വാങ്ങാൻ. കിട്ടുമെന്നറിയില്ല. ഇവിടെ അടുത്ത് കടയുണ്ട്, ഞാൻ ട്യൂഷൻ ക്ലാസ്സിൻ്റെ അവിടെ. അതിൻ്റെ അപ്പുറത്തൊരു കണ്ട കടയുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഈവനിങ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ ചായ ഉണ്ട് കേട്ടോ. സോ ഇത് കഴിച്ചിട്ട് വരാം ഗൈസ്. ഫൈനലി ഈവനിങ് ആയി. എനിക്ക് കുറേ നോട്ട്സ് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തതിലാണ് തരല്. സോ അതൊക്കെ എഴുതണം, പിന്നെ പഠിക്കണം. അപ്പം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചത് എഴുതട്ടെ കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ മൂണിനൊക്കെ കണ്ട് ഫൈനലി ഡിന്നർ ടൈമായി. അനാറുണ്ട്, പിന്നെ പേരയ്ക്കുണ്ട്, റോബർട്ട് പഴമുണ്ട്. അങ്ങനെ ഇതാണ് ഞാൻ കഴിക്കാറ്. എനിക്ക് പൊതുവേ ചോറ് ഒന്നും കഴിക്കാൻ രാത്രി ഇഷ്ടമല്ല.
അപ്പോൾ ഞാനിങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗായ്സ് ഇന്നത്തെ ഈ വ്ളോഗ് ഇത്രയ്ക്കുള്ളൂ. സോ ടൈം ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്. ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. ഞാൻ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ തന്നെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാവരും കണ്ട് നോക്കിയിട്ട് ഞാൻ മൂണിനെ കണ്ട ഒരു സീനാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. സോ ഗായ്സ് അപ്പോൾ ഇത്രയുള്ള ഞാൻ കിടന്നുറങ്ങാൻ പോകണം. ബൈ ബൈ.